ഇവക്കെന്താ ഇവള് ഒന്ന് കെട്ടി രണ്ട് കെട്ടി ഇവള് ഇതേ ആടിപ്പാടുന്നു അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ഫോട്ടോ ഇടുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല രമ്യ. ചിലരുണ്ട് അവിടെ നമ്മളെ കുത്തി പറയുന്നതും ആ കുത്തി പറയുന്നവരൊരു കാര്യം ചിന്തിക്കണം, അവര് പറഞ്ഞിട്ട് മറ്റേ ആൾക്കാർ ഇപ്പുറത്തൂടെ വന്ന് നമ്മളോട് അത് പറഞ്ഞു തരും. ഇവളിപ്പം എന്നും യാത്ര അല്ലെങ്കിൽ ഒരുങ്ങി പോകുന്നുണ്ട്, ഇവൾ എവിടെ പോകുന്നു അങ്ങനെ പറയുന്നവർ ഇപ്പോഴും ഉണ്ട് രമ്യ. എൻ്റെ മോള് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. എൻ്റെ മോളിപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ 40-ലേക്കായി. എന്നെ പോലും മമ്മി നോക്കരുത്, മമ്മിക്ക് എന്താണോ ഇഷ്ടം, മമ്മിക്ക് ഏതാണോ ഇഷ്ടം ആ വഴിയിലൂടെ പോവുക. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മക്കളെ നമ്മളെല്ലാം അറിഞ്ഞ്, അതായത് മറ്റൊരാളോട് എങ്ങനെ പെരുമാറണം, മറ്റൊരാളുടെ ഇമോഷൻസ് എന്താന്ന് നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. അല്ലാതെ ഈ കുട്ടിക്ക് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കാണ്ട് അവളെ വിട്ടു കഴിഞ്ഞാൽ അവൾ ഭയങ്കര പൊസസീവാകും. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാനത് 100% ഇനി ആരെന്തൊക്കെ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ഭാഗം എന്തെന്നുള്ളത് എനിക്കറിയാം, എൻ്റെ മോൾക്കറിയാം, എൻ്റെ ഫാമിലിക്കറിയാം. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തൊക്കെ ആരൊക്കെ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും മോൻ ചെയ്ത് പോവുക. നമ്മൾ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്, ശ്രമിക്കാന്നല്ല ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ, നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ദി വിത്ത് രമ്യയിലേക്ക് സ്വാഗതം. ഇന്ന് ദി വിത്ത് രമ്യയിൽ എന്നോടൊപ്പം ഉള്ളത് ആൻ മേരിയാണ്. ഹായ് ആൻ. ഹായ്. കുറെ നാളായിട്ട് ആനിനെ ഈ സീറ്റിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പല പല കാരണങ്ങളാൽ അവസാനം ഈ വർഷം തന്നെ എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കാൻ പറ്റി. ഇപ്പോ ആൻ മേരി എന്ന് പറയുന്നത് ഞങ്ങളുടെ മൈൽസ്റ്റോൺ ഫാമിലിയുടെ ഒരു മെമ്പർ കൂടിയാണ്. സത്യം, ഒരു ഫാമിലിയിലേക്ക് വരുന്ന ഒരു എന്താ പറയാ, നമുക്ക് അതെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് നമുക്ക് മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാരും ചോദിച്ചു അവിടുത്തെ സ്ഥിര ആളാണോ. ഇനി അതല്ല ആൻ, മൈൽസ്റ്റോണിന്റെ പാർട്ടായി കഴിഞ്ഞാലുണ്ടല്ലോ അവസാനം നിങ്ങൾ നോവർ എഴുതി, ഇവിടെ ഞങ്ങൾക്ക് എന്നും ആഘോഷങ്ങളാണ്. ആ ആഘോഷത്തിലെല്ലാം ഞങ്ങൾ ഈ ഫാമിലി മെമ്പേഴ്സിനെ അല്ല, എല്ലാ ആഘോഷത്തിനും അപ്പൂസ് വിളിക്കുന്നുണ്ട്. അതും എന്താ പറയാ, തലേദിവസം പെടുന്നത് ചേച്ചി ഓക്കെ ആണോ, റെഡി ആണോ, വന്നേക്കണേ. അപ്പൊ നമ്മൾ എന്താ പറയാ, നോ പറയാനും പറ്റില്ല. ആനിന്റെ തന്നെയും കുറെ ഇന്റർവ്യൂസും ആൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഡിപ്രഷനിലൂടെ പോയ കാര്യങ്ങളും ആൻ ഫേസ് ചെയ്ത സ്ട്രഗിൾസും വിഷമങ്ങളും ഇതെല്ലാം ആൻ ഒരു മറയില്ലാണ്ട് കുറെ ഇന്റർവ്യൂകളിലെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പറയുമ്പോൾ അത് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ തുറന്ന് കാട്ടപ്പെടുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് തെറ്റിപ്പോയിന്നോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ രമ്യൻ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ക്ലോസ് ആവും, ഭയങ്കര ടോക്കറ്റീവാ. അപ്പൊ ഞാൻ എല്ലാവരുടെ അടുത്തും ഓപ്പൺ അപ്പ് ആയിട്ട് എല്ലാം സംസാരിക്കും. പൊതുവെ എല്ലാവരുടെ അടുത്തും, ഇപ്പൊ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഞാൻ ഏത് ലൊക്കേഷനിലാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാവരുടെ അടുത്തും, ഫ്രണ്ട്സ് ആണെങ്കിലും ഫ്ലാറ്റിൽ എല്ലാവരുടെ അടുത്തും അങ്ങനെയാണ്. പക്ഷേ ഇതെല്ലാം ഇപ്പം ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴാണ് ഈ ഡിപ്രഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോഴാണെങ്കിലും എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നാണെങ്കിലും സപ്പോർട്ടേ കിട്ടിയിട്ടുള്ളൂ, ഒരിക്കലും ഒരു നെഗറ്റീവ് കിട്ടിയിട്ടില്ല. കാരണം ഞാനത് എന്താ പറയുക, നമ്മളതൊരു കള്ളത്തരം പറഞ്ഞൊന്നും അല്ല. ഞാൻ അത്രമാത്രം എന്താ പറയുക, ആ ഒരു ഇമോഷൻസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും സ്ട്രെസ്ഫുള്ളായിട്ട് ഡിപ്രഷനിൽ ഞാൻ പോയിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ എന്നെ എന്താ പറയുക, ഞാൻ ഇന്നും ഈ സീരിയലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ എന്താ പറയുക, ഏഷ്യാനെറ്റ് ചാനലിലെ എന്താ പറയുക കലൂർ സാർ, ചന്ദ്രൻ സാറ്, പിന്നെ എൻ്റെ ഡയറക്ടേഴ്സ്, കോ ആർട്ടിസ്റ്റുകൾ, ഇവരെല്ലാം ചേർത്ത് പിടിച്ചോണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ ഡിപ്രഷൻ വെച്ചുകൊണ്ട് അഭിനയിക്കാൻ പറ്റില്ല, ഞാൻ പോവാ നിർത്തുവാന്നൊക്കെ പറഞ്ഞിട്ടും. പക്ഷെ അവർ തന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ എന്താ പറയുക, നമ്മളെ അടുത്തറിയാവുന്ന കുറച്ച് പേരുണ്ടല്ലോ, അത് മതി രമ്യ. നമ്മള് ശരിക്കും അത് വലിയൊരു ഭാഗ്യാണ്. കാരണം ആനിന് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ അപ്പുറത്തെ സൈഡിൽ അവരില്ലായിരുന്നുവെങ്കിൽ ആലോചിച്ച് നോക്കി, ഡിപ്രഷനായിട്ട് നമ്മൾ മാറാൻ നിൽക്കുന്ന ഒരു വ്യക്തി ഒറ്റപ്പെട്ടു പോയാൽ നമ്മൾ അതിന്റെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് ഓൾ ദ മോർ പോവാണല്ലേ. അപ്പൊ അങ്ങനെ നമ്മളെ കൂടുതൽ അതിലേക്ക് തള്ളി വിടാതെ നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ ഇപ്പറേ ഒരു കൂട്ടം ആൾക്കാർ ആനിന് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്റ്റിൽ ഉണ്ടെന്ന് പറയുമ്പോ ശരിക്കും ബ്ലെസ്ഡ് അല്ലേ ആ ഒരു കാര്യം? സത്യം. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോള. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോള് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല എന്നുള്ള ഒരു. കാരണം എന്നെക്കാളും ബോൾഡാണ്,
അവള് അതുപോലെ തന്നെ എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എൻ്റെ ഇമോഷൻസ് ഒക്കെ അറിയാം അവൾക്ക്. മമ്മിക്കൊന്ന് എൻ്റെ മമ്മിയുടെ അടുത്താണെങ്കിലും പറയും, ഇന്ന് അമ്മ ഓക്കെ അല്ല കേട്ടോ, ശരിയല്ല എന്ന് പറയും. അതുപോലെ തന്നെ മമ്മിയാണെങ്കിലും വെച്ചാൽ അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, എപ്പോഴും സ്റ്റിൽ ഇപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പാവം. അതാ ഞാൻ പറഞ്ഞ, അമ്മയും മോളും ആണ് എൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ. അവരില്ലെങ്കിൽ പിന്നെ എന്താ പറയാ, ഞാൻ എങ്ങനെയാവും. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, എന്നെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ ദൈവത്തെ അറിയുന്നതും കാണുന്നതും ഒക്കെ ഇവരിലൂടെയാണ്. ശരിക്കും ദൈവത്തെ കണ്ടവരെല്ലാരും പറയുന്നത് ദൈവമായി ആ ഒരു രൂപത്തിൽ നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ അല്ല. ഇത്തരത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരുടെ രൂപത്തിലോ നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ടോ വേറൊരു രൂപത്തിലായിരിക്കാം ദൈവത്തിന്റെ പ്രസൻസ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഞാൻ 10-11 വർഷമായി ഈ ഫീൽഡിൽ വന്നിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതിന് മുമ്പും എന്നുവെച്ചാൽ മമ്മി ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊരു 7th 6th പഠിക്കുന്ന സമയം മുതലേ സ്ട്രഗിളിങ് എന്താണെന്നും നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെയും ഒക്കെ ഞാനും എൻ്റെ അമ്മയും കടന്നു പോയിട്ട്, എനിക്ക് തോന്നുന്നു ഞാനിപ്പം ആദ്യത്തെ എൻ്റെ ഫ്ലാറ്റ് മേടിക്കുന്ന ഒരു 7 years മുന്നേ. ആ ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് പേടിച്ചിട്ടൊക്കെ ഞാൻ ഫ്ലാറ്റ് മേടിക്കുന്നതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അതാ പറഞ്ഞത്, പല സമയത്തും പലരിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്. ഓരോരുത്തരുടെ സഹായങ്ങൾ. ഇപ്പം മമ്മിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-9 വർഷം മുമ്പ് ട്യൂമറിൻ്റെ സർജറി. ആ സമയത്ത് സത്യം പറയാം രമ്യ, എൻ്റെ ഞാൻ റെൻറ്റഡ് ഹൗസിലാണ് താമസിക്കുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ദത്തുപുത്രി എന്ന് പറഞ്ഞ ആദ്യത്തെ സീരിയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മമ്മീനെ ഞാൻ വെല്ലൂർ കൊണ്ടുപോകണം. എൻ്റെ ആകെ 25,000 ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പക്ഷെ അപ്പോഴും അവിടെ ചെന്ന് മമ്മിക്ക് ഇമ്മീഡിയറ്റ് സർജറി വേണമെന്ന് പറഞ്ഞ സമയത്തും എന്നെ ഒരുപാട് സഹായിച്ച എൻ്റെ ഫ്രണ്ട്സുണ്ട്, എന്താ പറയുക, റിലേറ്റീവ്സ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പം അതിലൂടെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക ദൈവത്തെ അറിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇന്നിപ്പോൾ ഇവിടെ എനിക്ക് ആരും എന്തെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഞാൻ ഈ ഒരു ആൻമരിയായിട്ട് ഇത്രയും നല്ലൊരു ഫ്ലാറ്റും ഇത്രയും നല്ലൊരു സൗകര്യങ്ങളുള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും ദൈവത്തെ പോലെ കാണുന്ന ഒരു വ്യക്തിയുണ്ട്. അതെനിക്ക് പക്ഷെ റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു എൻ്റെ വെൽവിഷറായിരിക്കാം, എൻ്റെ ഒരു ഫ്രണ്ടായിരിക്കാം, അങ്ങനെ ഒരാളും കൂടി ഉണ്ട്. ആ ആളെ ഞാൻ ഇന്നും സ്റ്റിൽ ഞാൻ എന്താ പറയുക എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. അങ്ങനെ ഒരാൾ വന്നല്ലോ, അങ്ങനെ ഒരാളെ കിട്ടാനാണ് പലരും അല്ലേ, എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. വലിയൊരു മിസ്സിംഗ് ആണ് ആ ഒരു സ്പേസ്. പക്ഷെ ആൻ മരിയ അക്കാര്യത്തിലും എഗെയിൻ ബ്ലെസ്ഡ് ആണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരാളെ കിട്ടി. അങ്ങനത്തെ ഒരാൾ ലൈഫ് ലോങ് അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും എൻ്റെ അമ്മയും അനുഭവിച്ച കഷ്ടപ്പാടുകളെ. കാരണം ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് റെന്റിന് താമസിച്ചിട്ടുണ്ടെന്നറിയോ. പല പല വീടുകൾ മാറുകയും ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ പോയിട്ടുണ്ട്. മമ്മി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, മമ്മി ഹോസ്റ്റൽ നടത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പപ്പയുടെ ഫാമിലി ഉണ്ട്, അമ്മയുടെ ഫാമിലി ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല മമ്മിയുടെ ഫാമിലി ആണെങ്കിലും അത്യാവശ്യം റിച്ചാണ്, പപ്പയുടെ ഫാമിലി ആണ് റിച്ച്. പക്ഷേ എന്നാലും നമുക്കൊരു സ്ട്രഗിൾ വന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോയ പോലെ തന്നെയായിരുന്നു. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ ആ സ്ട്രഗിൾ ചെയ്ത ദൈവം കണ്ടതുകൊണ്ടായിരിക്കാം ദൈവം വേറൊരാളുടെ രൂപത്തിലൂടെ അങ്ങ് എത്തിയത് അല്ലേ. ഇപ്പൊ ആൻമരിയ പറയണു മകളും അമ്മയും നിങ്ങൾ 3 പേരും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഒരു വല്ലാത്തൊരു സ്ട്രോങ് ആണെന്ന്. അതിനിടയിൽ നിൽക്കുന്നത് ആൻമരിയാണ്. ഇതിന്റെ ഇടയിൽ ഞാൻ ചോദിക്കട്ടെ, ആൻമരിയ എന്ന് പറയുന്നത് ഒരു അമ്മയാണ് മകളുമാണ് അല്ലെ. ഈ മകളും അമ്മയും തമ്മിലുള്ള ബോണ്ടിങ് ആണോ, അതോ ഈ അമ്മയുടെ മോളും തമ്മിലുള്ള ബോണ്ടിങ് ആണോ കുറച്ചും കൂടെ സ്ട്രോങ്? ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആണ്. പക്ഷെ എന്നാലും അവളുടെ വല്യമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്. കാരണം ഒരു ഗ്രാൻഡ് പാരന്റ് എന്ന രീതിയിൽ 2 സൈഡിൽ നിന്നും ഉണ്ടല്ലോ, പാരന്റ്സ് ഉണ്ടല്ലോ, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്. അപ്പം ചെറുപ്പം മുതൽ ഇവളെ, അതായത് ഞാനൊരു മോളായതുകൊണ്ടായിരിക്കും മമ്മിക്ക് ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാ. ഇവര് തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആണ്. പക്ഷെ അതങ്ങനെ പറയാൻ അറിയില്ല. ആൻമരിയയുടെ അമ്മയും ആനും തമ്മിലാണോ അതോ ആനും മോളും കൂടെയാണോ? അങ്ങനെയാണോ? അപ്പൊ അതാണെങ്കിൽ ഞാനും മോളും കൂടെയാണ്. കാരണം എന്ന് പറയണ്ട അമ്മ അല്ലെന്നല്ല, മനസ്സിലായി. കാരണം ആ ഒരു ജനറേഷൻ വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഒരു ജനറേഷനും അമ്മയും തമ്മിലുള്ളതിനെക്കാട്ടിലും ഇന്റിമസി കൂടുതലാണ്. ഇന്നത്തെ ജനറേഷൻ കുട്ടികൾ അവർ കുറേയും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മളെക്കാട്ടിലും ഏർലി അവർക്ക് ഒരു മെച്ചോറിറ്റിയും
പക്വതയും കാര്യങ്ങൾക്കുള്ള ഒരു ഇതൊക്കെ അവർക്ക് ഏർലി വരുന്നുണ്ട്. അപ്പം ഇപ്പൊ മോളിപ്പോ +1 അല്ലേ പഠിക്കുന്നത്. അപ്പൊ ആ ഒരു ഏജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തോളോട് കൈ വെച്ച് നിൽക്കാൻ പറ്റുന്ന നമ്മളൊരു കമ്പാനിയൻ പോലെ. ഇപ്പൊ നമ്മൾ എങ്ങനെയാണെന്നറിയോ, ഇപ്പൊ നമ്മൾ ഒരു മക്കളുടെ അടുത്ത് ഒരു ഫ്രണ്ട്സിനെ പോലെ നിന്നാലേ നമുക്ക് അവരുടെ അടുത്ത് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാല് ഒരു കാര്യം നടക്കത്തില്ല. അവര് എന്താ പറയാ, സ്ട്രിക്ട് എത്രത്തോളം നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്നു അത്രത്തോളം അവര് നമ്മളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആവും. ഇപ്പം ഞാനൊരു കാര്യം ഇവിടെ, മോളുടെ അടുത്ത് ഒരാൾ ഇഷ്ടം പറഞ്ഞാലും അമ്മ അവൻ ഇന്ന് എൻ്റെ അടുത്ത് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വരെ പറയാനുള്ള ഒരു ഫ്രീഡം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയും. അതേസമയം എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വളർന്നു വന്ന ജനറേഷൻ കുറച്ചുകൂടെ പേടിച്ചിട്ടാ എന്താ പറയും അമ്മ അല്ലയോ അപ്പ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോ നമ്മള് എന്താ പറയാ ഭയങ്കര പേടിയായിരുന്നു. അതെ, അത് വ്യത്യാസമുണ്ട്. ശരിക്കുമുണ്ട്. അപ്പൊ നമുക്ക് ഈ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഈ ആൻമിര എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ മകൾ ഇന്നിപ്പോ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ബോണ്ടിങ്, അത് ആൻ ഇതിന് മുമ്പത്തെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തമ്മിലാണ് വല്ലാത്തൊരു ബോണ്ടിങ് നമ്മളെ എനിക്ക് കിട്ടിയത് അല്ലേ? ആ ഒരു ബോണ്ടിങ് ആൻമിരെ കോൺഷ്യസ്ലി ഉണ്ടാക്കിയെടുത്ത ഒന്നാണോ? എനിക്കിനി ഇവളേ ഉള്ളൂ എൻ്റെ കൂടെ, സോ ഞാൻ ഇനി എൻ്റെ കൂടെ മുറുകെ പിടിക്കണം, അങ്ങനെ ഒരു കോൺഷ്യസ് എഫേർട്ടിൽ വന്നൊരു ബോണ്ടിങ് ആണോ? അതോ അവള് വളർന്നപ്പോ തൊട്ടേ നിങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം അങ്ങനെയാണോ? വളർന്നപ്പോ തൊട്ടുള്ളൊരു അടുപ്പമാണ്. അല്ലാതെ ഞാൻ ഒന്നും പിടിച്ചു വെച്ചിട്ട് അവളോട് ആ സ്നേഹം ഇതാക്കിയിട്ടൊന്നുമല്ല. നമ്മള് ചിലപ്പോ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും. ഇവൾ 3 വയസ്സായപ്പം, മോൾക്ക് 3-3.5 വയസ്സായപ്പോ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി. അപ്പൊ അന്ന് മുതല് അവള് കാണുന്നത് അവളുടെ അമ്മ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നു, എങ്ങനെ പോകുന്നു, എന്ത് പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പലപ്പോഴും ഫോൺ കൊടുത്ത് സംസാരിപ്പിക്കാറൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. പക്ഷെ എന്തോ മോൾക്ക് അത് വലിയ താല്പര്യമില്ല. പിന്നെ എന്താ പറയാ, മോളുടെ ആദ്യ കുർബാന സമയം രമ്യക്കറിയാലോ, നമുക്ക് ഈ ആദ്യ കുർബാന എന്നൊക്കെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ഒക്കെ മാരേജ് എന്നൊക്കെ പറയുമ്പോൾ 2 വീട്ടുകാരും സഹകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ സഹകരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു സാഹചര്യവശാൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ആയിപ്പോയതാ. അല്ലാതെ എനിക്ക് അവള് അങ്ങനെ ഞാനൊന്നും ചെയ്തിട്ടോ അല്ലെങ്കിൽ അവളും അങ്ങനെ ചെയ്തിട്ടല്ല. ഞങ്ങൾ അങ്ങനെ, എനിക്ക് തോന്നുന്നു ജീവിച്ച സാഹചര്യം അങ്ങനെയാണ്. പിന്നെ ഞാൻ പറയില്ലേ, എൻ്റെ മമ്മി കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിൽ പോലും ഇപ്പോഴും ചോദിക്കും എവിടെ പോവാ, എന്താ പോവാ, ഭയങ്കര അത്യാവശ്യം എന്ന് വെച്ചാൽ അത് സ്ട്രിക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു മോൾ എവിടെ പോകുന്നു ഒരു പേടിയും ഒരു കൺസേണും ഉണ്ടല്ലോ. അപ്പൊ എന്നാലും ഞാനും മമ്മിയും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ലിയാ. ചിലപ്പോ എല്ലാരും ചോദിക്കും എന്നെ അടിക്കുന്നൊക്കെ ചുമ്മാ ഞാൻ ചോദിക്കും, നമ്മള് പാലക്കാരാണല്ലോ, അപ്പൊ എന്നെ അടി എന്നോളെ അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ അത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് തോന്നും. പക്ഷെ അത്രയും ഫ്രണ്ട്ലി ആയതുകൊണ്ട് ചിലപ്പോ അതും കണ്ടിട്ടോ, ഞാനും മമ്മിയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് കണ്ടതുകൊണ്ടായിരിക്കാം മോളും എൻ്റെ അടുത്ത് അത്രയും ബോണ്ടിങ് ആയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം ഫ്രീഡം കൊടുക്കുന്നത്. ഇന്നത്തെ കാലത്ത് വഴിതെറ്റാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അല്ലേ, നമ്മൾ സോഷ്യൽ മീഡിയ. അപ്പൊ അവര് ഓപ്പണായിട്ട് വന്ന് പറയുമ്പോൾ ആണോ അതങ്ങനെയാണ്. അപ്പൊ അത് നമ്മൾ എന്താ പറയാ, അത് പറഞ്ഞു കൊടുക്കാനൊരു അവരടുത്ത് ഭയങ്കര സ്ട്രിക്ട്ലി നമ്മൾ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അവർ പറയില്ല. അപ്പൊ ആ ഒരു ഫ്രീഡം, അതാ ഞാൻ പറയാം, ആ ഒരു ഫ്രീഡവും സ്പേസും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇപ്പം ആൻ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ അമ്മയും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ വ്യൂവേഴ്സിനൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഇന്ന് എല്ലാവരും നമ്മുടെ മക്കളെ ഇപ്പൊ പറഞ്ഞു നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കണം എന്നുള്ളത്, അതിന്റെ കൂടെ വേറെ എന്തൊക്കെ ഫാക്ടേഴ്സും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ നിർത്താൻ? അല്ല, ഞാന് മോളോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു മഞ്ജു ചേച്ചി അത് പറഞ്ഞിട്ടുണ്ട്, മഞ്ജു പിള്ള പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ പോകാനും എടുക്കാനും ഒക്കെ ആവശ്യത്തിൽ ഇപ്പം ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഇപ്പം ഒരു പബ്ബിലോ അല്ലെങ്കിൽ നമ്മളൊരു ഒക്കേഷനിൽ ഇപ്പം പോകുന്ന സമയത്ത് ഒരു ഡ്രിങ്ക്സ് കുടിച്ചിട്ട് വെക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടിച്ചിട്ട്, അത് ഒരിക്കലും പിന്നീട് അത് കുടിച്ചിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് പിന്നെ അത് സിപ്പ് ചെയ്യാൻ നിൽക്കരുത്. വേറെ പുതിയത് എടുത്തോണം. മീൻസ് നമുക്ക് ചതി ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചതി പറ്റാം. പക്ഷെ ആ ചതി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ആൾക്കാരെ കുറച്ചുകൂടി ഒന്ന് എന്താ പറയാ നോക്കിയും കണ്ടും എന്താ പറയാ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും സെലക്ട് ചെയ്യണം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു രമ്യ എന്ന് വെച്ചാൽ, അയ്യോ എന്റെ കൊച്ചില്ലെങ്കിൽ എന്താ അങ്ങനെ ഇങ്ങനെ, ഞാൻ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര പോസസീവ് ഡിപ്പെൻഡ്. അപ്പൊ എൻ്റെ അടുത്ത് ഒരു അച്ഛൻ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, എന്താ നമുക്ക് നമ്മുടെ മക്കളെ ദൈവം നമുക്ക് വളർത്താൻ തന്നേക്കുന്ന, നമ്മളിലൂടെ നമുക്ക് വളർത്താൻ തന്നെ. അപ്പൊ ദൈവത്തോട് ഉത്തരം പറഞ്ഞാൽ മതി, അങ്ങ് എനിക്ക് എന്താ പറയാ വളർത്താൻ തന്ന കുട്ടിയാണ്, ഞാൻ അവളെ നന്നായിട്ട് നോക്കുന്നുണ്ട്, വളർത്തുന്നുണ്ട്, ബാക്കിയെല്ലാം അങ്ങയുടെ കൈകളിൽ. അങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് പോയാൽ എനിക്ക് തോന്നുന്നു
നല്ലതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു അച്ഛൻ പ്രാർത്ഥന ഗുരുവായിട്ടുള്ള ഒരു അച്ഛൻ പറഞ്ഞു തന്നൊരു അന്ന് മുതൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടവും അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അത് ഞാൻ മോളോട് പ്രത്യേകം ഇന്നത്തെ കാലത്തുള്ള ഏത് കുട്ടികളോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. പിന്നെ അതുപോലെ തന്നെ പഠിത്തം, ഫസ്റ്റ് പഠിക്കുക, ജോലി വാങ്ങുക, സ്വന്തം കാലിൽ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ നിന്ന് എന്നിട്ട് മതി കല്യാണം എന്ന് പോലുമാണ് ഞാൻ ഇപ്പം എപ്പോഴും എല്ലായിടത്തും പറയുന്നത്. ഇപ്പം എൻ്റെ മോളോട് മാത്രമല്ല, മോളുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഞാൻ പറയുന്നൊരു കാര്യം. പിന്നെ എല്ലാവരും നമ്മൾ പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കരുത്. ഇപ്പോഴത്തെ ഇതിൽ വെച്ചിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഈ മോളെ ഇത്ര അധികം സ്നേഹിക്കുമ്പോഴും പലപ്പോഴും ആരെങ്കിലുമൊക്കെ ആനിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, നമ്മളിങ്ങനെ വല്ലാണ്ട് മുറുകെ പിടിക്കാൻ തോറും അവളുടെ ഒരു സ്റ്റേജ് വരുമ്പോൾ, ഇപ്പൊ മോള് 11th കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് അവൾക്ക് അവളുടെ ഹയർ സ്റ്റഡീസ് ആയിട്ടോ അല്ലെങ്കിൽ ജോലിപരമായിട്ടോ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പം ഇപ്പൊ ഇത്രയും അമിതമായി നിങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ടിങ്ങും ആ ഒരു സ്നേഹവും ഒക്കെ മോള് കുറച്ചും കൂടെ ദൂരത്തേക്ക് അങ്ങ് പോകുമ്പോൾ ആ ഒരു മിസ്സിങ്, ആ ഒരു ഫേസ്, അപ്പൊ ആൻ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യും? അതെനിക്ക് ചിന്തിച്ചിട്ടുമില്ല, പറയാനും പറ്റില്ല. പക്ഷെ ഞാനിപ്പോ ഗ്രാജുവലി അതിലേക്ക് ആയി വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ +1 ആയില്ലേ, +2 കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ അവളെ നമ്മൾ പഠിക്കാൻ വിടണം. ഹയർ സ്റ്റഡീസ് ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അവളുടെ തിരക്കാവും, പഠിത്തം, ജോലി, അങ്ങനെ. അപ്പൊ ഞാനിപ്പോ ചിന്തിച്ചു തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നത്, അങ്ങ് എനിക്ക് എൻ്റെ കരങ്ങളിൽ എനിക്ക് വളർത്താൻ തന്ന കുഞ്ഞാണ്, അവളെ നേർവഴിക്ക് നടത്തിയാൽ മാത്രം മതി. പക്ഷെ എന്നാലും നമുക്ക് എത്രയാന്ന് പറഞ്ഞാലും പിരിഞ്ഞിരിക്കുമ്പോ ഒരു സങ്കടം ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ആനിന്റെ ആ ഒരു റിക്കവറി സ്റ്റേജ് എന്ന് പറയുന്നത് എത്ര നാളും കൊണ്ട് ആൻ ഒന്ന് കോപ്പ് ചെയ്ത് വന്നത്? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിലൊരു 1 ഇയറിന് മേളിലായി ഞാനിങ്ങനെ. ഇപ്പൊ എല്ലാവരുടെ മുമ്പിൽ ചിലപ്പോൾ ഞാൻ ചിരിച്ചു കളിച്ചായിരിക്കും നിൽക്കുന്നത്, പക്ഷെ ചില സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോവും. കംപ്ലീറ്റ്ലി ഇപ്പോഴും ഞാൻ ഓക്കെ അല്ല, പക്ഷെ എന്നാലും ഞാൻ പബ്ലിക്കില് നോർമൽ ആവാൻ നോക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സത്യം പറഞ്ഞ ഒരു എല്ലാരും വിചാരിക്കും, ഓഹോ ഇവക്കെന്താ, ഇവള് 1 കെട്ടി 2 കെട്ടി, ഇവള് ഇതേ ആടിപ്പാടുന്നു, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ഫോട്ടോ ഇടുന്നു, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല രമ്യ. കാരണം നമ്മള് അങ്ങനെ പബ്ലിക്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളില് ഒരു എന്താ കനല എരിയുന്നത്, മനസ്സിലായില്ല? അത്രയും നെഞ്ചിനകത്ത് ചിലപ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവാം, പക്ഷെ അത് നമ്മൾ എന്തിനാ മറ്റുള്ളവരെ കാണിക്കുന്നേ? നമ്മള് എന്താ പറയാ, ചിലപ്പോൾ ജീവിതത്തിൽ അഭിനയിക്കേണ്ടി വരും. അതെ, ആ രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ അമിതമായിട്ട് ഓരോരുത്തരെയും സ്നേഹിക്കുമ്പോഴേ നമുക്ക് അതൊന്നും തിരിച്ചു കിട്ടാതെയും നമ്മുടെ സ്നേഹത്തിനൊരു വാല്യൂ തരുന്നില്ലാതെയൊക്കെ വരുമ്പോ അത് ഭയങ്കര അതാ പറഞ്ഞ, അത് ഭയങ്കര പെയിൻഫുൾ. അത് ചിലപ്പം അനുഭവിച്ചവർക്ക് അറിയത്തുള്ളൂ. ഇപ്പൊ വേറൊരാളുടെ അടുത്ത് പറയുമ്പോൾ ആ ആൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മള് അനുഭവിച്ചവർക്ക് അതിന്റെ ആ ഒരു വേദന, അതിന്റെ ഡെപ്തും മനസ്സിലാവുള്ളൂ. ഇപ്പൊ എന്തായാലും അതിൽ നിന്നെല്ലാം മാറി ഇപ്പൊ കൂടെ 2 സൈഡിലായിട്ട് അമ്മയും മകളും ഉണ്ട്, സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കാനായിട്ട്. ശരിയാണ്, നമ്മുടെ മനുഷ്യരുടെ നമുക്ക് ചില സമയത്ത് നമുക്ക് ആ ഒരു മൂഡും നമ്മൾ ചിലപ്പോൾ ഡൗൺ ആവും, വിഷമങ്ങളൊക്കെ വരാം. പക്ഷെ എന്നാലും തിരിച്ച് നമ്മളെ കൈ പിടിച്ച് കൊണ്ടുവരാൻ ഇവിടെ നമ്മളുടെ ചിരിച്ച മുഖം കാണാനായിട്ട് ഇവരിവിടെ ഉണ്ടല്ലോ. അത് തന്നെ എന്തൊരു നമുക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. എനിക്കിപ്പം അമ്മയും മോളും മാത്രമല്ല, എനിക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട്, കൊളീഗ്സ് ഉണ്ട്, പിന്നെ എന്തേ മൈൽ സ്റ്റോൺ ഫാമിലി ഉണ്ട്. അതേ സത്യം പറഞ്ഞ ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇതൊക്കെ എനിക്ക് ഞാൻ പറയില്ലേ, 2025 എനിക്ക് വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് നേട്ടങ്ങളുള്ള വർഷമാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടോന്നറിയില്ല, 10-11 വർഷം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടും ഏഷ്യാനെറ്റിൽ എനിക്ക് ഇന്ന് വരെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് കിട്ടിയതും ഈ 2024 കിട്ടി. അപ്പൊ ഇപ്പൊ ഈ 2025 എനിക്ക് ഭയങ്കര നേട്ടങ്ങളുള്ളൊരു, വെച്ചാൽ ശരിയാണ് വിഷമം ഒരു സൈഡിലുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു വർഷമായിരുന്നു. കാരണം ആ ഒരു ക്യാരക്ടർ എനിക്ക് തന്നു, ഏഷ്യാനെറ്റ് തന്നെ വിശ്വസിച്ച് തന്നു. അതിലൂടെ 2-3 അവാർഡ്സ്, നിങ്ങളുടെ പോലും അവാർഡ് എനിക്ക് കിട്ടി. അപ്പം 2-3 അവാർഡ്സ് കിട്ടി. പിന്നെ എന്താ, ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. പുതിയ പ്രോജക്റ്റ് ഒക്കെ പറയുന്നുണ്ട്, അതൊക്കെ ചെയ്യണം. ഹാപ്പി ആയിട്ട് പോകുന്നു. നമ്മുടെ ലൈഫില് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, അച്ഛനോ അമ്മയോ ഭർത്താവോ മക്കളോ ഇവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും
അതിനെക്കാട്ടിലുമൊക്കെ നമുക്കൊരു സ്പേസും നമുക്കൊരു വല്ലാത്തൊരു സ്ട്രെങ്തും അല്ലേ നമ്മളെ മനസ്സിലാക്കുന്ന ഫ്രണ്ട്സും നമുക്കുണ്ടെങ്കിൽ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് തന്നെയാണ് അല്ലെ. ഇപ്പത്തെ മക്കൾക്ക് നമ്മുടെ ഫ്രണ്ട് ആയിട്ട് അവിടെ നിന്നിട്ടാണ് നമ്മളുടെ കൂടെ നമുക്ക് വേണ്ട സപ്പോർട്ട് തരുന്നത്. അപ്പൊ അതേപോലെ ജെനുവിൻ ആയിട്ടുള്ള ഫ്രണ്ട്സും കൂടെ ഉള്ളപ്പോൾ അവർക്ക് നമ്മുടെ സ്ട്രെങ്ത് കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും അല്ലെ. അപ്പോ ചില ആൾക്കാർ പറയാറുണ്ട് അവർക്ക് അധികം സുഹൃത്തുക്കൾ ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ മനസ്സ് തുറക്കാൻ പറ്റുന്ന എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവില്ല ചില ആൾക്കാർക്ക്. ആന് തോന്നുന്നത് ഒരു സുഹൃത്താണോ ഒരു വീട്ടുകാര്, അത് അച്ഛനോ അമ്മയോ സിബ്ലിങ്സോ അവരാരെങ്കിലും ആയിക്കോട്ടെ, ഇവർക്ക് ആർക്കായിരിക്കാം നമ്മളെ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ഒരു ആപത്തിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്? തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഫാമിലിക്ക് തന്നെ ആയിരിക്കും. എന്നുവെച്ചാൽ ഫാമിലിയിൽ ബോണ്ടിങ് ഉണ്ടെങ്കിൽ ഫാമിലിക്ക് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളെ മനസ്സിലാക്കുന്ന ഫ്രണ്ട്സും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പം ചില കാര്യങ്ങൾ നമുക്ക് ഫാമിലിയോട് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് രണ്ടും രണ്ടാ. എന്നുവെച്ചാൽ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഫാമിലിയോട് പറയാൻ പറ്റുള്ളൂ. ചിലത് നമുക്ക് ഫാമിലിയോട് പറയാൻ പറ്റാത്തത് ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാം. അതും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ മെയിൽ ഫ്രണ്ട്സാ. കാരണം അവര് അത്രത്തോളം നമ്മളെ കെയർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നമുക്ക് എന്തും പറയാം. ആൾക്കാർ വിചാരിക്കും ഓ ഇവക്ക് മെയിൽ ഫ്രണ്ട്സ്. അത് ഈ മെയിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ട്രൂ ഫ്രണ്ട്സ് ആണെങ്കിൽ അവിടെ ഒരുമിച്ച് ഒരു റൂമിൽ ഒരുമിച്ച് ഒന്ന് ഇരുന്നാലോ കിടന്നാൽ പോലും അതിനകത്ത് ഇതില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്, എനിക്കിപ്പോൾ ഉള്ളത് മെയിൽ ഫ്രണ്ട്സ് ആണ് കൂടുതലും. അവര് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് എനിക്കിപ്പോൾ ഉള്ള ഫ്രണ്ട്സ് അല്ല കേട്ടോ, 7-8 വർഷമായിട്ട് അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് തന്നെ. അവര് തന്നെ ഇന്നും സ്റ്റിൽ എന്നെ കേൾക്കും. ഇപ്പൊ രാത്രിയിലൊക്കെ ഇപ്പൊ ഞാൻ പറയില്ലേ, ഇമോഷണലി ഞാൻ വീക്കായിരുന്ന സമയത്ത് എനിക്ക് ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അവസ്ഥ എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് അറിയുള്ളൂ. അപ്പം ഞാൻ ഇവരൊക്കെ വിളിച്ച് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. എനിക്ക് വേണ്ടി മണിക്കൂറുകൾ വെളുപ്പിനെ വരെ ഇരുന്ന് എന്നെ കേട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയില്ല. അതോടൊപ്പം തന്നെ ഞാൻ പറയില്ല, എന്നെ കേൾക്കാൻ എൻ്റെ കൊച്ചു പോലും, അവള് ആ സമയത്ത് ഇപ്പം 9th കഴിഞ്ഞ് 10th ആ ടൈമിൽ അവളുടെ പഠിത്തവും കാര്യങ്ങളും ഉണ്ട്. എന്നിട്ട് പോലും ആ കൊച്ചു സ്ട്രഗിൾ ചെയ്തു മാർക്ക് മേടിക്കുകയും ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് മേടിച്ചു. അതോടൊപ്പം എന്നോടൊപ്പം ഇരുന്നിട്ടുമുണ്ട്. അതായത് പറഞ്ഞാൽ എനിക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. എനിക്ക് ആര് ഒരു ത്രാസിൽ നോക്കിയിട്ട് എന്താ പറയുക, ഫാമിലി ആണോ ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും, കസിൻസ് ഒക്കെ ഇവിടെ ഇല്ല, അബ്രോഡാണ്. ചേച്ചിമാരൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു എനിക്കൊരു വിഷമം ഉണ്ടെന്ന് അവർക്ക് എന്തോ ഒരു സ്പാർക്ക് പോലെയാണ്. അറിഞ്ഞ അപ്പൊ വിളിക്കും. അവരപ്പൊ വിളിക്കും. എനിക്ക് എൻ്റെ ആന്റിമാരും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ആന്റിമാരൊക്കെ വഴക്ക്, അവർക്ക് ചിലപ്പോൾ ആ ജനറേഷനിൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും ഈ ജനറേഷനിലുള്ള എൻ്റെ കസിൻസ്, മമ്മിയുടെ ബ്രദറിന്റെ മോൻ ഒരു അച്ഛനാണ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ അവനോടൊക്കെ പറയുമ്പോൾ അവനോട് ഞാനിങ്ങനെ ചോദിക്കുകയാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അത് നിന്റെ ജീവിതമാണ്. ഇപ്പം ഞാനൊരു അച്ഛനാണ്, സിസ്റ്റേഴ്സ് ഉണ്ട്, ഫാമിലിയിൽ അച്ഛന്മാരുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നിനക്ക് എല്ലാ കാലവും സ്ട്രഗിൾ ചെയ്ത് ജീവിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. നീ നിന്റെ ഇഷ്ടത്തിന് നീ നിന്റെ ഇപ്പം നമ്മൾ ഈ ഫീൽഡാണല്ലോ, അവർ വേറൊരു ഇതാണല്ലോ. അച്ഛനെ പ്രീസ്റ്റൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ അവനോട് ചോദിക്കും എടാ കുഴപ്പമുണ്ട്. ഒരു കുഴപ്പമില്ല, അത് നിന്റെ പ്രൊഫഷനാണ്, അത് നിന്റെ ഇത്, ആരും അതിനകത്ത് അഭിപ്രായം പറയാറൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതാണ് അവരെല്ലാവരും എൻ്റെ കൂടെ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം ഈ രണ്ടാമത് ഒരു എൻ്റെ ലൈഫ് ഇങ്ങനെ ആയി പോയപ്പം അവരില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അവരെന്നെ മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇപ്പം ജീവനോടെ ഇല്ലായിരുന്നു. മക്കളുടെ അടുത്തെല്ലാം നമ്മുടെ വിഷമങ്ങളെല്ലാം അറിയിച്ച് വളർത്തുന്ന, അവരുടെ അടുത്ത് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നതും നമ്മൾ അനുഭവിക്കുന്നതെല്ലാം പറഞ്ഞ് വളർത്തുന്ന അമ്മമാരുണ്ട്, അച്ഛന്മാരും പാരൻസ് ഉണ്ട്. ചില ആൾക്കാർ മക്കളെ മാക്സിമം ഒന്നും അറിയിക്കാതെ സുഖങ്ങൾ മാത്രം അവർക്ക് കൊടുത്തുകൊണ്ട് നമ്മളെ മനസ്സ് നീറുന്നത് ഒരുപക്ഷെ അറിയിക്കാതെ വളർത്തുന്ന അമ്മമാരും ഉണ്ട്. ഇതിലേതാണ് ആനിന് കൂടുതലും എങ്ങനെ വളർത്തണം എന്ന് ആനിന്റെ ഒരു അഭിപ്രായം? മക്കളെ എല്ലാ ഇമോഷൻസും അറിഞ്ഞ് വളർത്തണം. ഇപ്പം ഏറ്റവും കൂടുതലും ഷെയറിങ് ഇല്ലാത്ത ഒരു കാലഘട്ടം. പിള്ളേർക്ക് ഷെയർ ചെയ്യാൻ ഭയങ്കര മടിയാണ്. മറ്റുള്ളവരുടെ ഇമോഷൻസ് അറിയണം, കെയറിങ് വേണം. ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും മോള് വന്ന് പറഞ്ഞിട്ടൊക്കെ എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ചില കുട്ടികൾ നമ്മുടെ ഇമോഷൻസ് അറിയുന്നില്ല. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പാരൻസ് ഒരു ഇമോഷൻസും അറിയാണ്ട് വളർത്തിയത് കൊണ്ടായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മക്കളെ നമ്മളെല്ലാം അറിഞ്ഞ്, അതായത് മറ്റൊരാളോട് എങ്ങനെ പെരുമാറണം, മറ്റൊരാളുടെ ഇമോഷൻസ് എന്താണെന്ന് നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം.
ഇതൊക്കെ പഠിപ്പിച്ചാൽ മാത്രമാണ് ആ കുട്ടികളും വേറെ എന്താ പറയാ ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ വേറെ വീട്ടിൽ പോയി ജീവിക്കേണ്ടതാ, അവരുടെ പാരൻസിനെ നോക്കണം, അല്ലെങ്കിൽ അവരുമായിട്ട് അവരുടെ കസിൻസുമായിട്ട് ഇടപെടണം. അല്ലാതെ ഈ കുട്ടിക്ക് നമ്മൾ ഒന്നും പറഞ്ഞു കൊടുക്കാണ്ട് അവളെ വിട്ട് കഴിഞ്ഞാൽ അവൾ ഭയങ്കര പൊസസീവ് ആവും. മനസ്സിലായോ? അപ്പൊ ആ ഒരു നമ്മളെ ചെല്ലുന്ന വീട്ടിൽ അവരെ മാക്സിമം കയ്യിലെടുക്കുക. അതിപ്പോ ആൺകുട്ടികളാണേലും ഇപ്പൊ ഈ ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണേലും എല്ലാ ഇമോഷൻസും അമ്മമാരും അച്ഛന്മാരും പറഞ്ഞു കൊടുക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇപ്പം ആൻ ഒറ്റയ്ക്ക് വീട് റൺ ചെയ്യുന്നു, മോളുടെ കാര്യം നോക്കുന്നു, എല്ലാം ചെയ്യാൻ കേപ്പബിൾ ആയി ഇപ്പോ. പക്ഷെ എന്നാലും ആൻ എപ്പോഴെങ്കിലും മറ്റൊരു സൈഡ് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ഒറ്റയ്ക്കല്ലേ, ഒരാളും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അതാണോ, അതോ ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോഴും നല്ല സുഖമായിട്ട് നോക്കുന്നുണ്ടല്ലോ, ഇത് തന്നെ മതി, ഇങ്ങനെയുള്ളൊരു തോന്നലാണോ? തോന്നലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാർട്ട്ണർ ഇല്ലാത്തതിന്റെ ഒരു വിഷമം എന്താ, നമുക്ക് അത് എത്രയാന്ന് പറഞ്ഞാലും ഉണ്ടാവും. പക്ഷേ പിന്നെ ഇപ്പം ഞാൻ ചിന്തിച്ചു തുടങ്ങി, ആദ്യത്തെ എൻ്റെ ലൈഫ് ഇതായപ്പോഴാണ് എനിക്ക് പാർട്ട്ണർ ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം. ഇപ്പം രണ്ടാമതും കൂടെ എനിക്ക് ഇങ്ങനെ ഒരു വിഷമം വന്നപ്പം പാർട്ട്ണർ വേണ്ട, എന്തിന്, സ്വന്തമായിട്ട് അധ്വാനിക്കാൻ ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടോ, അധ്വാനിക്കുക, കുഞ്ഞിനെ നോക്കുക, ഒറ്റയ്ക്ക് ഹാപ്പി ആയിട്ട് പോവുക. ആൻ്റെ തന്നെ ലൈഫിൽ ആൻ പറഞ്ഞു ഇപ്പോൾ ഒരു 1 year ആയുള്ളൂ ആ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നും ഇപ്പോഴും ഒന്ന് റിക്കവർ ചെയ്ത് ഓൾമോസ്റ്റ് വരുന്നു. പക്ഷെ അറ്റ് ടൈംസ് ഇപ്പോഴും ചില സമയത്ത് നമുക്ക് തോന്നുമെന്നുള്ളത്. നമ്മുടെ വ്യൂവേഴ്സിന് ഒരു ഇൻസ്പയറിങ് ചെയ്യുന്ന പോലത്തെ ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ ആൻ എന്താ കൊടുക്കാൻ പറ്റുക? കാരണം ആൻ ആ ഫേസും കണ്ട ഒരാളാണ്, അതിൽ നിന്ന് ഗോ ത്രൂ ചെയ്ത് ഇന്നിപ്പോൾ അതിൽ നിന്നും ആൻ ഒരു മുമ്പോട്ടൊരു സ്റ്റെപ്പ് എടുത്തത് കൊണ്ട് ഇന്ന് സന്തോഷത്തോടെ, ഇന്ന് വളരെ നല്ലൊരു ശക്തിയുള്ളൊരു വുമണായിട്ട് ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ തൊട്ട് മുന്നേ എന്നോട് സംസാരിച്ച ആൻ പറയുന്നുണ്ടായിരുന്നു, അന്ന് ഇവരില്ലായിരുന്നെങ്കിൽ, കൂടെ ഫ്രണ്ട്സ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അന്നേ മരിച്ചു പോയേനേന്ന്, അല്ലേ? അതെ. ഇന്ന് പാനിന് തോന്നുന്നില്ലേ, ഞാൻ അന്ന് അങ്ങനെ ഫ്രണ്ട്സ് തന്നതാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു എന്റെ ലൈഫിന്റെ ഒരു ബ്യൂട്ടി എനിക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റി എന്നുള്ളത് ആ ഒരു തിരിച്ചറിവ്, അല്ലേ? അപ്പൊ ഈ 2 സ്റ്റേജിലൂടെയും കടന്നു പോയ ഒരാളെന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പേർക്കുണ്ട്, അല്ലേ? ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മളെല്ലാവരും ഓരോ തരത്തിലുള്ള വിഷമങ്ങളിലൂടെയും വേദനകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഡിപ്രഷനിലേക്ക് പോയി അങ്ങനെ നമ്മുടെ ലൈഫ് തീർക്കാതെ തിരിച്ചു വരണം. അതെ, അത് ആൻ തന്നെ പറയൂ, അതെങ്ങനെയാണ് നമ്മുടെ ഒരു ശരിയാണ്. രമ്യ പറഞ്ഞാൽ നമ്മൾ ഡിപ്രഷനിലൂടെയും ഒക്കെ പോയിട്ടുണ്ടല്ലോ, അപ്പൊ പല തോട്ടുകൾ നമുക്ക് വരും. പക്ഷെ അവിടെയൊക്കെ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്കും അയ്യോ ജീവിക്കണോ വേണ്ടയോ എന്നൊക്കെ തോന്നുമ്പോഴും ഞാൻ ആരെയാ നോക്കുന്നത്, എൻ്റെ മോള്, ഇപ്പം അല്ലെങ്കിൽ എൻ്റെ പാരൻസ് വിഷമിക്കില്ലേ, ആ ഒരു സംഭവം നമുക്ക് എപ്പോഴും എല്ലാവർക്കും തോന്നണം. ഇപ്പം അത് മാത്രമല്ല, ആര് നമ്മളെ തോൽപ്പിച്ചാലും തോൽക്കാൻ നിൽക്കാതെ നമ്മൾ അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മളെ ദ്രോഹിക്കും ചിലപ്പോൾ അവർ, നമ്മളെ എങ്ങനെയൊക്കെ കീറി മുറിക്കാവോ, പല അലിഗേഷൻസ് പറയും, പല പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രമ്യ. പല അലിഗേഷൻസ് പറയും, പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും, പല രീതിയിലും നമ്മളെ തകർക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാനത് 100% ഇനി ആരെന്തൊക്കെ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗം എന്തെന്നുള്ളത് എനിക്കറിയാം, എൻ്റെ മോൾക്കറിയാം, എൻ്റെ ഫാമിലിക്കറിയാം. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പം എന്തൊക്കെ ആരൊക്കെ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും മൂവ് ഓൺ ചെയ്ത് പോവുക. നമ്മൾ ത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. ശ്രമിക്കാന്നല്ല, ചിന്തിക്കുക പോലും ചെയ്യരുത്. കാരണം ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം നമുക്ക് ഇമ്പോർട്ടൻറ്റ്, മറ്റൊരാൾക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഒരു 5 ദിവസം കരയും, അല്ലെങ്കിൽ ഒരു 7ൻ്റെ അന്ന് വരെ, അല്ലെങ്കിൽ 41ൻ്റെ അന്ന് വരെയൊക്കെ നമ്മൾ ഓർക്കും. നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പിടിച്ചു നിന്ന് അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. എന്ത് ബ്യൂട്ടിഫുൾ ആണ്. മൈൽ സ്റ്റോൺ എപ്പോ വന്നാലും ആനിനെ അറിയാം, ഞങ്ങൾ കൂടെ കൂട്ടുമ്പോൾ വെറുതെ ഒന്നും ആനിനെ പറഞ്ഞു വിടില്ല. എപ്പോഴും കുറച്ച് ഞങ്ങളെ കൊണ്ടാവുന്ന പോലത്തെ ചെറിയ ചെറിയ സമ്മാനങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ നമ്മൾ തരാറുണ്ട്. അപ്പൊ ഇന്നും ഈ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആയിക്കൊണ്ട് സ്വപ്ന വെഡിങ്സ് എരമല്ലൂർ, അവരുടെ വക ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഉണ്ട്, ന്യൂ ഇയർ ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.